Hi students, welcome to Beauty of Max. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതിനു മുമ്പായിട്ട് സെറ്റ് എന്താണെന്നും സബ്സെറ്റ് എന്താണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പ്. സെറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കാര്യമായിട്ടൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അന്നേരം റിലേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ആദ്യം അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, പ്രോഡക്റ്റ് സെറ്റ്, അതല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. അന്നേരം ഇതാണ് നമ്മൾ റിലേഷൻസ് അറിയുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ പ്രിലിമിനറി ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ടൊരു ടേമാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എന്താണെന്ന് നോക്കാം. കൺസിഡർ ടു ആർബിട്രറി സെറ്റ്സ് എ ആൻഡ് ബി. എ ബി എന്ന് പറയുന്ന രണ്ട് സെറ്റുകളാണ്. ദ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ് എ കോമ ബി വെയർ എ ബിലോങ്സ് ടു എ ആൻഡ് ബി ബിലോങ്സ് ടു ബി ഈസ് കോൾഡ് ദ പ്രോഡക്റ്റ് ഓർ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, എ ക്രോസ് ബി. അതായത് എ ബി രണ്ട് സെറ്റുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്നുള്ളതാണ് പറയുന്നത്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് പെയേഴ്സിൻ്റെ കളക്ഷനാണ്. ഓർഡേർഡ് പെയേഴ്സിൻ്റെ കളക്ഷനെയാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. സിംപ്ലി പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, എന്താണ് ഓർഡേർഡ് പെയറിൻ്റെ പ്രത്യേകത? ഇപ്പോൾ എ എന്ന് പറയുന്നൊരു സെറ്റ് നമ്മുടെ കയ്യിലുണ്ട്, ബി എന്ന് പറയുന്നൊരു സെറ്റുണ്ട്. എയ്ക്കകത്ത് കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്, ബിക്കകത്തും കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഓർഡേർഡ് പെയർ എ ബി എന്ന് പറയുന്ന കളക്ഷനാണ് എന്തെന്ന് പറയുന്നത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് ബി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എ ക്രോസ് ബിയിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന എ ബി എന്ന് പറയുന്ന ഈ ഒരു കളക്ഷനെയാണ്. ഓക്കെ, എ ബി എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഓർഡേർഡ് പെയേഴ്സിൻ്റെ കളക്ഷനാണ് എ ക്രോസ് ബിയിൽ വരുന്നത്. ഓക്കെ, ആ കളക്ഷനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ എ ക്രോസ് ബി എന്ന് വിളിക്കുന്നത്. അതിൽ ഈ എ എന്ന് പറയുന്ന എലമെൻറ്റ് ചൂസ് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കണം? ഫസ്റ്റ് സെറ്റായ എയിൽ നിന്നായിരിക്കണം ആദ്യത്തെ എലമെൻറ്റ് ചൂസ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ നമ്പറായ ബി ചൂസ് ചെയ്യേണ്ടത് രണ്ടാമത്തെ സെറ്റായ ബിയിൽ നിന്ന് വേണം ചൂസ് ചെയ്യാൻ. ഓക്കെ, ഇത്തരത്തിൽ സെലക്ട് ചെയ്യുന്ന ആ ഒരു ഓർഡേർഡ് പെയേഴ്സിൻ്റെ കളക്ഷൻ അടങ്ങുന്ന സെറ്റാണ് എ ക്രോസ് ബി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അന്നേരം എ ക്രോസ് ബി ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. എ ക്രോസ് ബി ഈക്വൽ ടു ഓർഡേർഡ് പെയേഴ്സിൻ്റെ കളക്ഷനാണ്. അതിൽ എ എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റിലെ എലമെൻറ്റാണ്, ബി എന്ന് പറയുന്നത് സെക്കൻഡ് സെറ്റിലെ എലമെൻറ്റാണ്. എക്സാമ്പിൾ, ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 ആൻഡ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി. ഇതാണ് എയും ബി എന്ന് പറയുന്നത്. അങ്ങനെയിൽ എ ക്രോസ് ബി എങ്ങനെയാണ് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. എ ക്രോസ് ബി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻ അനുസരിച്ച് എളുപ്പമാണ്. ആദ്യം എയിലെ ഫസ്റ്റ് എലമെൻറ്റ് അങ്ങ് ഫിക്സ് ചെയ്യുമോ നിങ്ങൾ. നമുക്ക് ഓർഡേർഡ് പേഴ്സിൻ്റെ കളക്ഷൻ കിട്ടിയാൽ മതി. എയിൽ നിന്ന് ബിയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന പരമാവധി ഓർഡേർഡ് പേഴ്സിൻ്റെ കളക്ഷൻ. ഓക്കെ, അതിൽ എപ്പോഴും എ ക്രോസ് ബി ആകുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻറ്റ് എല്ലാം എയിലെ എലമെൻ്റ് ആയിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ എലമെൻ്റ് എല്ലാം രണ്ടാമത്തെ സെറ്റായ ബിയിലെ എലമെൻ്റ് ആയിരിക്കണം. അതാണ് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത്. നേരെ തിരിച്ചെടുക്കാൻ പാടില്ല. ഓക്കെ, അന്നേരം ഫസ്റ്റ് എലമെൻറ്റ് 1 വരുന്ന എത്ര ഓർഡേർഡ് പെയേഴ്സ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അന്നേരം 1 ഫിക്സ് ചെയ്യുക. 1 ഏതൊക്കെയായിട്ട് നമുക്ക് ഓർഡേർഡ് പെയേഴ്സ് ഉണ്ടാക്കാൻ പറ്റും? 1 എയുമായിട്ടൊരു ഓർഡേർഡ് പെയർ ഉണ്ടാക്കാം, 1A. ഇനി അതേ 1 അടുത്ത് ബിയുമായിട്ടൊരു ഓർഡേർഡ് പെയർ ഉണ്ടാക്കാം, ആ 1 സിയുമായിട്ടൊരു ഓർഡേർഡ് പെയർ ഉണ്ടാക്കാം, 1C. ഇങ്ങനെ കിട്ടിയേ. ഓക്കെ, ഇനി എയിലെ അടുത്ത എലമെൻ്റ് ഏതാണ്? 2 ആണല്ലോ. അത് വെച്ച് വീണ്ടും നമുക്ക് ഓർഡേർഡ് പെയർസ് ഉണ്ടാക്കാമല്ലോ. 2A 2B ആൻഡ് 2C. ഇത്രയും കിട്ടി. ഓക്കെ, ഇനി എയിലെ എലമെൻറ്റ്സ് വല്ലതും ഉണ്ടോ? ഇല്ല. അന്നേരം 1ലും 2ലും തുടങ്ങുന്ന എലമെൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഇത്രയും കളക്ഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് എ ക്രോസ് ബിയിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓഫ് എ ആൻഡ് ബി. ക്ലിയർ ആണല്ലോ. ഇനി വേണമെങ്കിൽ ബി ക്രോസ് എ കാൽക്കുലേറ്റ് ചെയ്യാം. ബി ക്രോസ് എ എങ്ങനെയാണ്? ബി ക്രോസ് ചെയ്യുമ്പോഴത്തെ ആദ്യം ബി ആണ്, രണ്ടാമത് എ ആണ്. അന്നേരം ബിയിൽ നിന്ന് വേണം നമ്മൾ തുടങ്ങാനായിട്ട്. ഫസ്റ്റ് എലമെൻ്റ് എല്ലാം ബിയിലെ എലമെൻ്റ് ആയിരിക്കണം. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അന്നേരം ബിയിൽ എലമെൻറ്റ്, ഇവിടെ ബിയിൽ എലമെൻറ്റ് ഏതാണ്? ഫസ്റ്റ് എലമെൻറ്റ് എ ഞാൻ ഫിക്സ് ചെയ്യുന്നു. ആ എ വെച്ചിട്ട് എത്ര കളക്ഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നോക്കാം. B1 എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ടാക്കാം, A1 എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ടാക്കാം, A2 ഉണ്ടാക്കാം. A1 A2 കിട്ടി. ഇനി ബിയിൽ അടുത്ത എലമെൻ്റ് ഏതാണ്?
സ്മോൾ ബി ആണ്. ഇനി അത് വെച്ചിട്ട് B1 എന്ന് പറഞ്ഞ ഒരെണ്ണം ഉണ്ടാക്കാം, അതുപോലെ B2 ഒരെണ്ണം ഉണ്ടാക്കാം. ഇനി അടുത്ത എലമെൻറ്റ് സി ആണല്ലോ, അതേപോലെ C1 എന്ന് പറഞ്ഞ ഉണ്ടാക്കാം, C2 എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ടാക്കാം. ഇത്തരത്തിൽ ഓർഡേർഡ് ബേസ് നമുക്ക് ബി ക്രോസ് സിയിൽ കണ്ടെത്താൻ സാധിക്കും. ഇതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി വേണമെങ്കിൽ എയുമായിട്ട് തന്നെ നമുക്ക് ക്രോസ് ചെയ്യാൻ സാധിക്കും. എ ക്രോസ് എ. എന്താണ് എ ക്രോസ് എ എന്ന് വെച്ചാൽ എ നമ്മുടെ കയ്യിലുണ്ട്, അതുമായിട്ട് തന്നെ ക്രോസ് പ്രോഡക്റ്റ്, അതായത് 1 2 എന്ന് പറയുന്ന സെറ്റ് 1 2 ആയിട്ട് തന്നെ ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുന്നു. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതുപോലെ തന്നെ ആദ്യം 1 എടുക്കുന്നു, ആ 1 പരമാവധി എത്ര കളക്ഷൻസ് ഉണ്ടാക്കാം, ആ 1 വെച്ചിട്ട് 1 1 എന്ന് പറഞ്ഞ ഉണ്ടാക്കാം, 1 2 ഉണ്ടാക്കാം. അതുപോലെ തന്നെ അടുത്ത എയിൽ എലമെൻ്റ് ഏതാണ്? 2 ആണല്ലോ, അത് രണ്ടാമത്തെ സെറ്റുമായിട്ട് പേഴ്സ് എടുക്കുക, 2 1 എന്ന് പറഞ്ഞ ഉണ്ടാക്കാം, അതുപോലെ 2 2 ഉണ്ടാക്കാം. അന്നേരം ഇത്തരത്തിൽ 4 എണ്ണം എ ക്രോസ് എയിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അന്നേരം ഇതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, അതല്ലെങ്കിൽ സിംപ്ലി പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഒരു എക്സാമ്പിൾ കൂടി, അതിനൊരു നോട്ട് പറയുന്നുണ്ട്. എല്ലായ്പ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എ ക്രോസ് ബി എന്ന് പറയുന്നതും ബി ക്രോസ് എ എന്ന് പറയുന്നതും എല്ലായ്പ്പോഴും തുല്യമാകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓക്കെ, എ ക്രോസ് ബിയും ബി ക്രോസ് എയും തുല്യമാക്കണമെന്നില്ല. ഓക്കെ, പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട റിസൾട്ട് എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ ക്രോസ് ബി. എൻ ഓഫ് എ ക്രോസ് ബി, എൻ മീൻസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ക്രോസ് ബി എന്നാണ്. അതായത് എ ക്രോസ് ബിയിലുള്ള എലമെൻറ്റുകളുടെ എണ്ണം, എ ക്രോസ് ബിയിലുള്ള എലമെൻറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് നമ്പർ ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് ബി കണ്ടുപിടിച്ചാൽ മതി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് എയിലുള്ള എലമെൻറ്റിൻ്റെ എണ്ണവും ബിയിലുള്ള എലമെൻറ്റിൻ്റെ എണ്ണവും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും എ ക്രോസ് ബിയിലുള്ള എലമെൻറ്റുകളുടെ എണ്ണം. വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കുക, എയിലുള്ള എലമെൻറ്റുകളുടെ എണ്ണം എത്രയാണ്? നമ്പർ ഓഫ് എ, എൻ ഓഫ് എ എന്ന് വെച്ചാൽ 2 ആണ്. ബിയിലുള്ള എലമെൻറ്റുകളുടെ എണ്ണം മൊത്തം 3 എലമെൻറ്റ്സ് അല്ലേ, എ ബി സി, അതിനകത്ത് 3 ആണുള്ളത്. അങ്ങനെയെങ്കിൽ എ ക്രോസ് ബിയിൽ ഉള്ള എലമെൻറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇവയുടെ പ്രോഡക്റ്റ് ആയിരിക്കും. 2 × 3 6, 6 എലമെൻറ്റ്സ് ആയിരിക്കും. അത് നോക്ക്, 1 2 3 4 5 6. ഇതാണ് എഴുതിയിരിക്കുന്ന റിസൾട്ട്. അന്നേരം എ ക്രോസ് ബിയിലുള്ള എലമെൻറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് എയിലുള്ള എലമെൻറ്റിൻ്റെ എണ്ണവും ബിയിലുള്ള എലമെൻറ്റിൻ്റെ എണ്ണവും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. ഓക്കെ, അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുന്നത്, അടുത്തൊരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നു, അത്രയേ ഉള്ളൂ. ആർ എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിനെയാണ്. അങ്ങനെയെങ്കിൽ R2 എന്നാണ് വായിക്കുന്നത്, R² എന്ന് വായിക്കാറില്ല. ഓക്കെ, R2 ആണ്. R2 മീൻസ് ആറിനെ 2 തവണ ക്രോസ് ചെയ്യുന്നു, R ക്രോസ് R, അതാണ് R2. R3 എന്ന് പറഞ്ഞാൽ R ക്രോസ് R. ഓക്കെ, R4 എന്ന് പറഞ്ഞാൽ R ക്രോസ് R. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അന്നേരം ആറിനെ 2 തവണ ക്രോസ് ചെയ്യുന്നു, അതാണ് R2 എന്ന് പറയുന്നത്. R2 മീൻസ് ഈസ് എ സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർസ് ഓഫ് റിയൽ നമ്പേഴ്സ്. നമ്മൾ എ ക്രോസ് ബി പറഞ്ഞതുപോലെ തന്നെ R ക്രോസ് R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പം എ ക്രോസ് ബി നമ്മൾ ഡിഫൈൻ ചെയ്തെങ്ങനെയാണ്? എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു, എന്താണ് എ ക്രോസ് ബിയിലെ എലമെൻറ്റുകളുടെ പ്രത്യേകത? ഓർഡേർഡ് ബേസ് ആയിരിക്കും. A, B എന്നുള്ള ഓർഡേർഡ് ബേസിൻ്റെ കളക്ഷൻ ആയിരിക്കും. അതിൽ ഫസ്റ്റ് എലമെൻറ്റ് എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെറ്റിൽ എലമെൻ്റ് ആയിരിക്കും. എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയിൽ എലമെൻ്റ് ആയിരിക്കും. അതുപോലെ ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ സെറ്റായ ബിയിൽ എലമെൻ്റ് ആയിരിക്കും. ഇതാണ് പ്രത്യേകത. ഓക്കെ, അതുപോലെ തന്നെയാണ് R ക്രോസ് R എന്ന് പറഞ്ഞാൽ 6 റിയൽ നമ്പേഴ്സ് ആണല്ലോ. അന്നേരം ഇതിലെ എലമെൻറ്റുകളുടെ കളക്ഷൻ എന്ന് പറയുന്നത് ഓർഡേർഡ് പെയറാണ് എ ബി എന്ന് പറയുന്നത്. ഇതിൽ എ എന്ന് പറയുന്ന ഫസ്റ്റ് എലമെൻറ്റ് ഫസ്റ്റ് സെറ്റിലെ ആയിരിക്കും, അതായത് ഇവിടുത്തെ ആയിരിക്കും, ആറിലെ ആയിരിക്കും, റിയൽ നമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് സെറ്റും ഫസ്റ്റ് സെറ്റും ഒന്ന് തന്നെ ആയതുകൊണ്ട് ബി എന്ന് പറയുന്നത് ഇവിടുത്തെ ആയിരിക്കും, അതും റിയൽ നമ്പറിൽ തന്നെയായിരിക്കും. ഓക്കെ, ഇത്തരത്തിലുള്ള കളക്ഷനുകളെയാണ് R ക്രോസ് R എന്ന് വിളിക്കുന്നത്, R². ഈ R ക്രോസ് R എന്ന് വെച്ചാൽ റിയൽ നമ്പർ ഇൻറ്റു റിയൽ നമ്പർ എന്നാണ്. ദാറ്റ് മീൻസ് റിയൽ ലൈൻ, ഈ റിയൽ ലൈനിനകത്ത് എല്ലാ റിയൽ നമ്പേഴ്സും ഉൾപ്പെടുമല്ലോ. അതുപോലെ തന്നെ R ക്രോസ് R എന്ന മറ്റൊരു റിയൽ ലൈൻ കൂടിയുണ്ട്, അതിന് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, അന്നേരം ഇതൊരു റിയൽ ലൈൻ, ഇതൊരു റിയൽ ലൈൻ, ഈ 2 റിയൽ ലൈനും കൂടെ ചേരുന്നതാണ് ഒരു പ്ലെയിനായി മാറുന്നത്. ദാറ്റ് മീൻസ് XY പ്ലെയിൻ എന്ന് പറയുന്നത്. എക്സ് ആക്സിസ് നമ്മൾ പറയല്ലോ, അതൊരു റിയൽ ലൈനാണ്. ഓക്കെ, Y ആക്സിസ് അതൊരു റിയൽ ലൈനാണ്. ദാറ്റ് മീൻസ് ഇതെന്ന് വെച്ചാൽ ഒരു R2 ആണ്. R ഇൻറ്റു R, ആറിൻ്റെ 2 റിയൽ ലൈനുകളുടെ ക്രോസ് പ്രോഡക്റ്റ്, അതാണ് XY പ്ലെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറയും.
ഓക്കെ, ഇതിനകത്തുള്ള എലമെൻറ്റുകളുടെ പ്രത്യേകത എന്താണ്? അതാണ് നമ്മൾ പറഞ്ഞ ആർ ക്രോസ് ആർ എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് പേഴ്സിൻ്റെ കളക്ഷനാണ്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റാണ്. കാര്യം ഈ എക്സ് വൈ പ്ലെയിനിലുള്ള ദാറ്റ് മീൻസ് ആർ ക്രോസ് ആർ, അതാണല്ലോ എക്സ് വൈ പ്ലെയിൻ അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറയും. ഇതിനകത്തുള്ള ഏതൊരു പോയിൻ്റ് നിങ്ങളതിനകത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്നത് അതൊരു ഓർഡേർഡ് പെയർ ആയിരിക്കും. ശരിയല്ലേ? ഫോർ എക്സാമ്പിൾ എന്നോട് ജസ്റ്റ് വെറുതെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു, അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു പോയിൻ്റ് ഞാൻ മാർക്ക് ചെയ്തു. ഇപ്പോൾ ഈ റെഡിൽ കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഒരു പോയിൻ്റ് മാർക്ക്, അത് ഏത് പോയിൻ്റാണെന്ന് അറിയാനായിട്ട് അവിടുന്ന് താഴോട്ട് എക്സ് ആക്സിലൊരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, അവിടുന്ന് ലെഫ്റ്റിലോട്ട് വൈ ആക്സിലോട്ടൊരു പോയിൻ്റ് വരയ്ക്കുന്നു. താഴോട്ട് എക്സ് ആക്സിൽ മീറ്റ് ചെയ്യുന്നത് എന്താണോ ആ പോയിൻ്റാണ് എക്സ് കോർഡിനേറ്റിലുള്ള പോയിൻ്റ്. ഇപ്പം സപ്പോസ് എ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇത് അവിടുന്ന് ലെഫ്റ്റിലോട്ട് വൈ ആക്സിലോട്ട് മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു പോയിൻ്റ് ഉണ്ടായിരിക്കുമല്ലോ, അതിനെ ഞാൻ ബി എന്ന് വിളിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ എയും ബിയും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതാണല്ലോ ഈ പോയിൻ്റ് എന്ന് പറയുന്നത്. അതാണ് ഈ പി എന്ന് പറയുന്ന പോയിൻ്റ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്, അതിനെ എ ബി എന്ന് വിളിച്ചു, ഓർഡേർഡ് പെയർ എ ബി. ഇതേപോലെ ഏത് പോയിൻ്റ് വേണ്ട മാർക്ക് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ആ പോയിൻ്റ് ഏതാണെന്ന് അറിയാനായിട്ട് അവിടെ നിന്ന് താഴോട്ട് ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, അത് 2ലാണ് മീറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, എക്സ് ആക്സിൽ. ഇനി അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് ഞാൻ വൈ ആക്സിലോട്ട് മാർക്ക് ചെയ്യുന്നു, അത് 1ലാണല്ലോ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഈ പോയിൻ്റ് ഏതാണ്? x2 y1, അത് 2 1 എന്ന് പറയുന്ന പോയിൻ്റാണ്. അത് ഈ ആർ ക്രോസ് ആർ എന്ന് പറഞ്ഞാൽ എക്സ് വൈ പ്ലെയിനാണ്. ഇതിനകത്തുള്ള ഏതൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിൻ്റ് എല്ലാം എന്ത് തന്നെയാണ്? ഓർഡേർഡ് പെയറാണ്. ഓക്കെ, അത് ഒന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? അന്നേരം കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് പറഞ്ഞ കൂട്ടത്തിൽ ഈ ആർ ക്രോസ് ആർ എന്ന് പറയുന്നത് എക്സ് വൈ പ്ലെയിനാണ്, R2 ആണ്, കാർട്ടീഷ്യൻ പ്ലെയിനാണ് എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഈ എക്സാമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വേറൊന്നുമില്ല. ഓക്കെ ആണല്ലോ? ബാക്കി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ, ജോമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് R2 എന്ന് പറയുന്ന പോയിൻറ്റ്സ് ആണ്. പ്ലെയിനിലുള്ള പോയിൻറ്റിനെയാണ് ഇതിൻ്റെ ജോമെട്രിക് റെപ്രസെൻറ്റേഷൻ, അതായത് ഇതിൻ്റെ ആർ ക്രോസ് ആറിൻ്റെത്. ഓക്കെ, ഓൾറെഡി നമ്മൾ പറഞ്ഞു. അതിന് ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. പി എന്ന് പറയുന്നൊരു പോയിൻ്റ് മാർക്ക് ചെയ്തു, എ ബി എന്ന് പറയുന്ന പോയിൻ്റ്. അതിൽ വെർട്ടിക്കൽ ലൈൻ ത്രൂ പിയിലൂടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ച് കഴിഞ്ഞാൽ, അതായത് താഴോട്ട് ഞാൻ വരയ്ക്കുന്ന കാര്യം പറഞ്ഞല്ലോ, അത് എക്സ് ആക്സിൽ മീറ്റ് ചെയ്യുന്നത് എ എന്ന് പറയുന്ന പോയിൻ്റിലാണ്. അതാണ് നമ്മുടെ ഇവിടെ എ എന്ന് പറയുന്ന പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൊറിസോണ്ടലായിട്ട് ആ പി എന്ന് പറയുന്ന പോയിൻ്റിൽ ലെഫ്റ്റിലോട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് വൈ ആക്സിൽ മീറ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ്. അതിനെ ബി എന്ന് വിളിച്ചു. അതാണ് ഈ എ ബി എന്ന് പറയുന്ന പോയിൻ്റ്. ആ എ ബി എന്ന് പറയുന്ന പോയിൻ്റ് മാർക്ക് ചെയ്ത് എങ്ങനെയാണെന്നുള്ളത് അവിടെ പറഞ്ഞിരിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ R2 എന്ന് പറയുന്നതാണ് എക്സ് വൈ പ്ലെയിൻ, അതായത് കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം ഓർഡേർഡ് പെയർ പറഞ്ഞ കൂട്ടത്തിൽ, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് പറഞ്ഞ കൂട്ടത്തിൽ ഈ ആർ ക്രോസ് ആർ എന്ന് പറയുന്നത് R2 എന്ന് പറയുന്നത് എക്സ് വൈ പ്ലെയിനാണ്, കാർട്ടീഷ്യൻ പ്ലെയിനാണ് എന്ന് കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. എ എന്ന് പറയുന്നൊരു സെറ്റ് തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്നൊരു സെറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെ എ ക്രോസ് ബി നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. എ ക്രോസ് ബി അറിയാതെ ഇനി പറയേണ്ട കാര്യമല്ലോ. 1 എടുക്കുന്നു, 1 പരമാവധി ഉണ്ടാക്കാൻ പറ്റുന്ന പെയർസ് 1 3 1 4. അതുപോലെ 2 2 3 2 4. എങ്ങനെ എ ക്രോസ് ബിക്ക് ഇത്രയും 4 എലമെൻറ്റ്സ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, ഇനി എ ക്രോസ് ബിയുടെ സബ്സെറ്റ് നമുക്കൊന്ന് കണ്ടെത്താം. എ ക്രോസ് ബിയുടെ സബ്സെറ്റ്, ഇപ്പോൾ എ എന്ന് പറയുന്നൊരു സെറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്, 1 2 3 ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ഇതിൻ്റെ സബ്സെറ്റ് എങ്ങനെ എഴുതുന്നത്? സബ്സെറ്റ് അറിയാമല്ലോ, സബ്സെറ്റ് ഓഫ് എ. ഈ 1 2 3 എന്ന് പറയുന്ന 3 എലമെൻറ്റ്സ് വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എത്ര സെറ്റ്സുകളുണ്ടോ അതെല്ലാമാണ് സബ്സെറ്റുകളെന്ന് പറയുന്നത്. ഇപ്പോൾ 1 ഒരു സബ്സെറ്റാണ്, ആദ്യം ഓരോ എലമെൻ്റ് എടുക്കാം. 2 ഒരു സബ്സെറ്റാണ്, 3 ഒരു സബ്സെറ്റാണ്. ഇപ്പോൾ ഓരോന്ന് വെച്ച് ഇങ്ങനെ കിട്ടിയേ. ഇനി ഈ 2 വീതം എടുക്കാം. 1 2 ഒരു സബ്സെറ്റാണ്. ഈ 2 വീതം ഏതൊക്കെ പേയേഴ്സ് എടുക്കാം? 1 3 എടുക്കാം, ഒരു സബ്സെറ്റാണ്. അടുത്ത 2 3 എടുക്കാം, ഒരു സബ്സെറ്റാണ്. ഈ 2 വെച്ച് അത്രയേ കിട്ടും. ഇനി 3 വെച്ചാൽ അവിടെ ഉള്ള ആ സാധനം, അത് 1 2 3. ഓക്കെ, ഇനി ലാസ്റ്റ് വേറൊരെണ്ണം ഉണ്ട്, MT 5 5, അതും ഒരു സബ്സെറ്റാണ്. അന്നേരം മനസ്സിലാക്കേണ്ടത്, സബ്സെറ്റ് എഴുതുന്ന രീതി ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട, എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഏതൊരു സെറ്റ് തന്നു കഴിഞ്ഞാലും 2 കാര്യങ്ങൾ എല്ലായ്പ്പോഴും അതിൻ്റെ സബ്സെറ്റുകളായിരിക്കും. ഓക്കെ, ഏതൊരു സെറ്റ് എടുത്തു കഴിഞ്ഞാലും 2 കാര്യങ്ങൾ എപ്പോഴും അതിൻ്റെ സബ്സെറ്റുകളായിരിക്കും. ഒന്ന്, ഏതാണോ സെറ്റ് ആ സെറ്റ് തന്നെ അതിൻ്റെ ഒരു സബ്സെറ്റായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ സെറ്റ് 1 2 3 ആണല്ലോ, അതിൽ 1 2 3 എൻ്റെ ഒരു സബ്സെറ്റാണ്, ഞാൻ ലാസ്റ്റ് എഴുതാണ്ട് ഈ സാധനം. ഓക്കെ, അതുകൂടാതെ MT ഈ സാധനം, ഈ 2 സാധനങ്ങൾ എല്ലായ്പ്പോഴും ഒരു സെറ്റിൻ്റെ സബ്സെറ്റായിരിക്കും. അതൊന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് എ ക്രോസ് ബിയിൽ ഇപ്പോൾ 4 എലമെൻറ്റ്സാണുള്ള സബ്സെറ്റുകൾ എഴുതാമല്ല. സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് എന്ന് വെച്ചാൽ ആദ്യം ഓരോ എലമെൻറ്റ് വീതം നമുക്ക് എടുക്കാം. സെറ്റ് 1 3 ഒരെണ്ണം എടുത്ത്
സെറ്റ് 1 4, സെറ്റ് 2 3, സെറ്റ് 2 4 എഴുതാമല്ലോ. ഇനി ഈ രണ്ടെണ്ണം വീതം. ഓക്കെ, ഈ രണ്ടെണ്ണം വീതം എടുക്കുമ്പോഴത്തേക്ക് ഒരെണ്ണം അങ്ങ് ഫിക്സ് ചെയ്യുമോ, 1 3 ഫിക്സ് ചെയ്യുമോ. ആ 1 3 ഓരോന്നുമായിട്ടും കൂട്ടി യോജിപ്പിച്ചെടുക്കുക. 1 3 1 4, 1 3 1 4 എന്ന് പറയുന്ന ഒരെണ്ണം കിട്ടും. ഇനി ആ 1 3 2 3 ആയിട്ട് എടുക്കാമല്ല, അതൊരെണ്ണം കിട്ടും. ഇനി ആ 1 3 2 4 ആയിട്ട് എടുക്കാമല്ല, അങ്ങനെ ഒരെണ്ണം കിട്ടും. ഓക്കെ, ഇനി അതുപോലെ തന്നെ 1 4 അങ്ങ് ഫിക്സ് ചെയ്യുമോ. ഓക്കെ, 1 4 വേറെ ഏതെങ്കിലും ഒരെണ്ണം ചേർത്തെടുക്കുക. 1 4 2 3 എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കാം. അതുപോലെ തന്നെ 1 4 2 4 ഒരെണ്ണം എടുക്കാം, അങ്ങനെയും കിട്ടും. ഓക്കെ, ഇനി അടുത്ത ഒരെണ്ണം ഫിക്സ് ചെയ്യുക. ഇനി 2 3 ഫിക്സ് ചെയ്യുക. 2 3 ഇനി ഒരെണ്ണേ ഉള്ളൂ കമ്പൈൻ ചെയ്യാൻ പറ്റുന്നത്, 2 4 മാത്രമാണ്. അന്നേരം 2 3 2 4 ഒരെണ്ണം കിട്ടി. ഓക്കെ, ഇനി 3 എണ്ണം വീതം കണക്ട് ചെയ്തെടുക്കാം. 3 എണ്ണം വീതം എടുക്കുമ്പോഴത്തേക്ക് 2 എണ്ണം ഒന്ന് ഫിക്സ് ചെയ്യുക. ഇത് രണ്ടും ഞാൻ ഫിക്സ് ചെയ്തു, 1 3 1 4. ഇനി അതിൻ്റെ കൂടെ ഓരോന്ന് ചേർത്താൽ മതി. 1 3 1 4ൻ്റെ കൂടെ ഞാൻ 2 3 കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഒരു സെറ്റ് കിട്ടി. ഓക്കെ, ഇനി അടുത്ത 1 3 1 4ൻ്റെ കൂടെ 2 4 ചേർക്കാമല്ല, അന്നേരം അടുത്ത സബ്സെറ്റ് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത വേണമെങ്കിൽ ഈ 1 4ഉം 2 3യും കൂടെ ചേർത്തെടുക്കാം. ഓക്കെ, അതിൻ്റെ കൂടെ 2 4ഉം കൂടെ എടുക്കുമ്പോഴത്തേക്ക് 1 4 2 3 2 4 എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് കിട്ടും. ഓക്കെ, ഇനി ഏതെങ്കിലും രണ്ടെണ്ണം ഒരുമിച്ച് എടുക്കാം. അതുകൊണ്ട് ഈ 1 3യും 2 3യും കൂടെ ചേർത്തെടുക്കാമല്ല. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ ഏതെടുക്കാൻ പറ്റും? ഇതിനി എടുക്കാൻ പറ്റത്തില്ല, കാര്യം ആ പെയർ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇനി 1 3 2 3യുടെ കൂടെ 2 4 നമുക്ക് എടുക്കാം. ഓക്കെ, അന്നേരം 1 3 2 3 2 4 അടുത്തത് കിട്ടി. അന്നേരം 3 എണ്ണം വെച്ചുള്ള സബ്സെറ്റ് ഇത്രയും കിട്ടി. ഓക്കെ, ഇനി 3 എണ്ണം വെച്ചുള്ള ഒരു പോസിബിലിറ്റിയും ഇല്ല. ഇനിയുള്ളത് 4 എണ്ണമാണ്. 4 എണ്ണം എന്ന് വെച്ചാൽ ഈ A ക്രോസ് B തന്നെയാണ്. 1 3 1 4 2 3 2 4. പിന്നെ ലാസ്റ്റ് എന്താണ് വരുന്നത്? MT. അന്നേരം ഇത്രയും സബ്സെറ്റുകളാണ് A ക്രോസ് Bക്കുള്ളത്. ഇതേപോലെ സബ്സെറ്റുകൾ എഴുതാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറ്റുന്ന കാര്യമാണ്. ഓക്കെ, അന്നേരം ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് A ക്രോസ് B ആണ് നമ്മളുടെ ഇവിടുത്തെ സെറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സബ്സെറ്റ് എഴുതുമ്പോഴത്തേക്ക് എപ്പോഴും 2 സബ്സെറ്റ് എല്ലായ്പ്പോഴും ഏതൊരു സെറ്റിനും ഉണ്ടായിരിക്കും. അത് ഇവിടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അത് A ക്രോസ് B എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സബ്സെറ്റാണ്, ഈ സാധനം. ഓക്കെ, ഒരു സെറ്റിൻ്റെ സബ്സെറ്റ് എല്ലായ്പ്പോഴും അത് തന്നെ ഒരു സബ്സെറ്റായിരിക്കും. പിന്നെ അതുകൂടാതെ MT. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. അന്നേരം കാർട്ടീഷ്യൻ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി അടുത്താണ് നമ്മൾ പ്രധാന ടോപ്പിക്കിലേക്ക് പോകുന്നത്, റിലേഷൻ. എന്താണ് റിലേഷൻ എന്ന് നോക്കുക. റിലേഷൻ എന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ്. AB 2 സെറ്റുകളാണ്. A ആൻഡ് B സെറ്റ്സ്. എ ബൈനറി റിലേഷൻ, അതല്ലെങ്കിൽ സിംപ്ലി റിലേഷൻ ഫ്രം A to B. എയിൽ നിന്ന് ബിയിലോട്ടുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് A ക്രോസ് ബിയുടെ സബ്സെറ്റിനെയാണ് റിലേഷൻ എന്ന് വിളിക്കുന്നത്. A B 2 സെറ്റുകളുണ്ട്. അതായത് എയിൽ നിന്ന് ബിയിലോട്ടുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതെന്താണ്? A ക്രോസ് ബിയുടെ സബ്സെറ്റാണ്. അത് A ക്രോസ് ബിയുടെ ഏത് സബ്സെറ്റിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? റിലേഷൻ എന്ന് വിളിക്കാം. ഫ്രം A to B. ഓക്കെ, എയിൽ നിന്ന് ബിയിലോട്ടുള്ള റിലേഷൻ. ഇപ്പോൾ എന്താ, A ക്രോസ് ബിയുടെ കുറേ സബ്സെറ്റുകൾ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഇതിനകത്തുള്ള ഓരോ സബ്സെറ്റും എയിൽ നിന്ന് ബിയിലോട്ടുള്ള റിലേഷനാണ്. ഇത് ഒരു റിലേഷനാണ് എയിൽ നിന്ന് ബിയിലോട്ടുള്ളത്. ഇത് ഒരു സബ്സെറ്റാണല്ലോ, അതും ഒരു റിലേഷനാണ്. ഇത് A ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റാണല്ലോ, അതും ഒരു റിലേഷനാണ്. ഇതിനകത്തുള്ള ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ, ഓരോ സബ്സെറ്റുകളും എടുത്തു കഴിഞ്ഞാൽ ഇവയെല്ലാം A ക്രോസ് ബിയുടെ സബ്സെറ്റുകളാണല്ലോ. അങ്ങനെ A ക്രോസ് ബിയുടെ ഏത് സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും അത് എയിൽ നിന്ന് ബിയിലോട്ടുള്ള റിലേഷനാണ്. ഇത്രയേ ഉള്ളൂ റിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത അതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങളൊന്ന് ഓർമ്മിക്കും. സപ്പോസ് R ഈസ് എ റിലേഷൻ ഫ്രം A to B. R എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഒരു റിലേഷനാണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ R ഈസ് സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർസ് where each first element comes from A and each second element comes from B. അന്നേരം നമ്മളിപ്പോൾ തൊട്ടുമുമ്പ് പറഞ്ഞു A ക്രോസ് ബിയുടെ സബ്സെറ്റാണ്. A ക്രോസ് ബിയുടെ സബ്സെറ്റുകളെല്ലാം എന്താണ്? റിലേഷൻസ് ആണെന്ന് പറഞ്ഞു. അന്നേരം ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത് R എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഒരു റിലേഷനാണ്. ദാറ്റ് മീൻസ് അതിൽ നമുക്ക് മനസ്സിലാക്കാം R എന്ന് പറയുന്നത് A ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റാണ്. R എന്ന് പറയുന്നത് A ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റാണ്. കാര്യം എയിൽ നിന്ന് ബിയിലോട്ടുള്ള റിലേഷൻ ആണെങ്കിൽ ഡെഫിനിഷൻ അനുസരിച്ച് R എന്തോ ആയേ മതിയാകും. റിലേഷൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് റിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? A ക്രോസ് ബിയുടെ സബ്സെറ്റാണ്. അന്നേരം R റിലേഷൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം R A ക്രോസ് ബിയുടെ സബ്സെറ്റാണ്. ഓക്കെ, ഞാൻ A ക്രോസ് ബിയുടെ ഒരു തൊട്ട് മുമ്പത്തെ എക്സാമ്പിൾ വെച്ചിട്ട് ഞാനൊരു 6 ഇതിൽ നിന്ന് ചൂസ് ചെയ്യുവാണ്. കാര്യം ഇതെല്ലാം A ക്രോസ് ബിയുടെ സബ്സെറ്റുകളാണല്ലോ. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഒരു എക്സാമ്പിൾ ചൂസ് ചെയ്യുന്നു. 1 3 1 4 2 4. ഇതൊരു സബ്സെറ്റാണല്ലോ. 1 3 1 4 2 4. 1 3 1 4 2 4. ഞാൻ അതൊന്ന് എടുക്കുവാണേ. അന്നേരം R is equal to സെറ്റ് 1 3
1 4 2 4. ഇത് എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റാണ് തൊട്ട് മുമ്പത്തെ എക്സാമ്പിൾ പ്രകാരം. ഓക്കെ, അന്നേരം ദാറ്റ് മീൻസ് സബ്സെറ്റാണ്, അതുകൊണ്ട് തന്നെ ഇതൊരു റിലേഷനാണ് എ ക്രോസ് ബിയുടെ. ഓക്കെ, സോറി, എയിൽ നിന്ന് ബിയിലോട്ടുള്ള റിലേഷനാണ്. അങ്ങനെയെങ്കിൽ ഈ റിലേഷനിൽ എലമെൻ്റ് പ്രത്യേകത എന്ന് പറയുകയാണ് ദെൻ ആർ ഈ സെറ്റ് ഓഫ് ഓർഡേർഡ് പെയേഴ്സ്. റിലേഷൻ ആണെങ്കിൽ ഇതിനകത്തുള്ള എലമെൻറ്റ്സ് എല്ലാം ഓർഡേർഡ് പെയേഴ്സ് ആയിരിക്കും. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എന്നാലും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. വേർ ഈച്ച് ഫസ്റ്റ് എലമെൻറ്റ് കംസ് ഫ്രം എ. ഇതിൽ ഓരോ ഫസ്റ്റ് എലമെൻറ്റും 1 3 ഫസ്റ്റ് എലമെൻറ്റ് 1 ആണല്ലോ, 1 4 ഫസ്റ്റ് എലമെൻറ്റ് 1 ആണല്ലോ, 2 4 ഫസ്റ്റ് എലമെൻറ്റ് 2 ആണല്ലോ, അതാണ് ഫസ്റ്റ് എലമെൻറ്റ്. ആ ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എയിലെ എലമെൻ്റ് ആയിരിക്കും. കാര്യം എ ക്രോസ് ബിയിലെ എലമെൻറ്റ്സ് അല്ലേടെ ഈ സാധനം എന്ന് പറയുന്നത്. കാര്യം എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ അത് എ ക്രോസ് ബിയിലെ എലമെൻറ്റ് തന്നെ ആയിരിക്കണമല്ലോ. അന്നേരം എ ക്രോസ് ബിയിലെ എലമെൻറ്റിൻ്റെ പ്രത്യേകം എന്താണ്? ഓർഡേർഡ് പെയേഴ്സാണ്. അതിൽ ഫസ്റ്റ് എലമെൻറ്റ് എയിലെ ആയിരിക്കും, സെക്കൻഡ് എലമെൻറ്റ് ബിയിലെ ആയിരിക്കും. അങ്ങനെയെങ്കിൽ എ ക്രോസ് ബിയുടെ സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിലെ ഓരോ ഓർഡേർഡ് പെയേഴ്സിലെയും ഫസ്റ്റ് എലമെൻറ്റ് എയിലെയും സെക്കൻഡ് എലമെൻറ്റ് ബിയിലെയും ആയിരിക്കും. അതായത് ഫസ്റ്റ് എലമെൻറ്റ് ഫസ്റ്റ് സെറ്റിലെയും സെക്കൻഡ് എലമെൻറ്റ് സെക്കൻഡ് സെറ്റിലെയും ആയിരിക്കും. അതിനും റിലേഷൻ എടുത്തു കഴിഞ്ഞാലും അത് തന്നെയാണ് എന്നൊന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അത് ഫസ്റ്റ് എലമെൻറ്റ് കംസ് ഫ്രം ഫസ്റ്റ് സെറ്റ് എ ആൻഡ് സെക്കൻഡ് എലമെൻറ്റ് കംസ് ഫ്രം സെക്കൻഡ് സെറ്റ് ബി. ശരിയല്ലേ? അന്നേരം ആറ് ഒരു റിലേഷനാണ് എയിൽ നിന്ന് ബിയിലോട്ട്. അങ്ങനെ ആറ് ഈസ് എ സെറ്റ് ഓഫ് ഓർഡേർഡ് പേഴ്സ്. ഓർഡേർഡ് പേഴ്സിൻ്റെ കളക്ഷൻ ആയിരിക്കും. അതിൽ ഫസ്റ്റ് എലമെൻറ്റ് വരുന്നത് ഫസ്റ്റ് സെറ്റായി എയിൽ നിന്നായിരിക്കും, സെക്കൻഡ് എലമെൻറ്റ് സെക്കൻഡ് സെറ്റായി ബിയിൽ നിന്നായിരിക്കും. ഓക്കെ, ഇനി അതുകൂടാതെ ദാറ്റ് ഈസ് ഫോർ ഈച്ച് പെയർ എ ബിലോങ്സ് ടു എ കോമ ബി ബിലോങ്സ് ടു ബി. എയിൽ നിന്ന് ഏതൊരു എ എടുത്തു കഴിഞ്ഞാലും ബിയിൽ നിന്ന് ഏതൊരു ബി എടുത്തു കഴിഞ്ഞാലും ദാറ്റ് മീൻസ് ആ പെയർ വരുന്നത് എവിടെയാണ്? എ ക്രോസ് ബിയിലാണ്. കാര്യം എ ക്രോസ് ബിയിലല്ലേ എന്താണ് എ ബി എന്ന് പറയുന്ന കളക്ഷൻ വരുന്നു. ഫോർ എവരി എ ബിലോങ്സ് ടു എ ആൻഡ് ഫോർ എവരി ബി ബിലോങ്സ് ടു ബി. എയിൽ നിന്ന് ഏതൊരു എ എടുത്തു കഴിഞ്ഞാലും ബിയിൽ നിന്ന് ഏതൊരു ബി എടുത്തു കഴിഞ്ഞാലും ആ കളക്ഷൻ എല്ലാം വരുന്നത് എ ക്രോസ് ബിയിലല്ലേടെ. ശരിയല്ലേ? എ ക്രോസ് ബിയുടെ പ്രത്യേകത എന്താ? ഇപ്പോൾ എയും ബിയും നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ആ എയിൽ നിന്നും ആ എ വെച്ചും ബി വെച്ചും നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഓർഡേർഡ് പേഴ്സിൻ്റെ എല്ലാ കളക്ഷനും ഉള്ളത് ഏത് സെറ്റിലാണ്? എ ക്രോസ് ബിയിലാണ്. ശരിയല്ലേ? അതാണ് ഇവിടെ അടുത്ത പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചോണം. ഫോർ ഈച്ച് പെയർ എ ബിലോങ്സ് ടു എ ആൻഡ് ബി ബിലോങ്സ് ടു ബി എക്സാക്ട്ലി വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ. അതായത് എ ക്രോസ് ബിയിൽ നിന്നും നിങ്ങളൊരു എലമെൻ്റ് എടുക്കുന്നു. ഓക്കെ, എ ക്രോസ് ബി തൊട്ട് മുമ്പത്തെ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് എ ക്രോസ് ബിയിൽ എലമെൻറ്റ്സ് വരുന്നത്? 1 3 1 4 2 3 2 4. 1 3 1 4 അതുപോലെ തന്നെ 2 3 2 4. ഇതാണ് എ ക്രോസ് ബിയിൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നത് എ ബി ബിലോങ്സ് ടു ആർ. എ ബി എന്ന് പറയുന്നൊരു ഓർഡേർഡ് പേർ എടുത്തു. അത് ആറിലുണ്ടെന്ന് വിചാരിക്കുക. അതായത് എ ക്രോസ് ബിയിൽ നിന്നും ഞാനൊരു എലമെൻ്റ് എടുത്തു. ഓക്കെ, എ ക്രോസ് ബിയിൽ നിന്ന് ഞാനൊരു എലമെൻ്റ് എടുത്തു. ആ എലമെൻ്റ് ആറിലുണ്ടെങ്കിൽ, ആറെന്ന് വെച്ചാൽ എന്താണ്? റിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? എ ക്രോസ് ബിയുടെ സബ്സെറ്റ്. ഓക്കെ, അന്നേരം എ ക്രോസ് ബിയിൽ നിന്ന് ഞാനൊരു എലമെൻ്റ് എടുത്തു. ആ എലമെൻ്റ് ആറിലുണ്ടെങ്കിൽ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എ ബി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, എ ക്രോസ് ബിയിൽ എലമെൻ്റ് ആണല്ലോ എ ബി. അത് ആറിലുണ്ടെങ്കിൽ നമുക്ക് പറയാം എ എന്ന് പറയുന്നത് ബിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. എ ഈസ് റിലേറ്റഡ് ടു ബി എന്ന് പറയാം. ഓക്കെ, അന്നേരം ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഒരു ഓർഡേർഡ് പേർ എ ക്രോസ് ബിയിൽ നിന്നും നിങ്ങളൊരു ഓർഡേർഡ് പേർ എടുക്കുന്നു. എ ക്രോസ് ബിയിൽ നിന്നും നിങ്ങളൊരു ഓർഡേർഡ് പേർ എടുക്കുന്നു. ആ ഓർഡേർഡ് പേർ നിങ്ങൾക്ക് തന്നിരിക്കുന്ന റിലേഷനിലുണ്ടോ എന്ന് നോക്കിയാൽ മതി. തന്നിരിക്കുന്ന റിലേഷനിലുണ്ടെങ്കിൽ നമുക്ക് പറയാം എ ബിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. എ ഈസ് റിലേറ്റഡ് ടു ബി. അതിന് ഇങ്ങനെ എഴുതാം, എ ഇതിൻ്റെ മീനിങ് റിലേറ്റഡ് ടു ബി എന്നാണ്. ഇനി എ ക്രോസ് ബിയിൽ നിന്ന് നിങ്ങളൊരു എലമെൻ്റ് എടുക്കുന്നു. അത് നിങ്ങളുടെ റിലേഷനിൽ ഇല്ല എന്ന് വിചാരിക്കും. അതിനാണ് ആദ്യം ഞാനിവിടെ ആറെന്ന് പറയുന്ന ഒരു റിലേഷൻ ചൂസ് ചെയ്തത്. ആർ ഇസ് ഈക്വൽ ടു റിലേഷൻ 1 3 1 4 2 3. ഇങ്ങനെയാണ് റിലേഷൻ എന്ന് വിചാരിക്കുക. ഓക്കെ, തൊട്ട് മുമ്പത്തെ എക്സാമ്പിൾ പ്രകാരമാണ് എടുത്തിരിക്കുന്നത്. ഈ എക്സാമ്പിൾ 1 3 1 4 2 3 ഇങ്ങനൊരു റിലേഷൻ എടുത്തു. ഞാൻ എ ക്രോസ് ബിയിൽ നിന്നും എ ക്രോസ് ബിയിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ് നോക്കുക. എ ക്രോസ് ബിയിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? എ ക്രോസ് ബിയിൽ 1 3 ഉണ്ട്, 1 4 ഉണ്ട്, 2 3 ഉണ്ട്, 2 4 ഉണ്ട്. ഓക്കെ,
എ ക്രോസ് ബിയിൽ നിന്നും 1 3 എന്ന് പറഞ്ഞ എലമെൻ്റ് എടുത്തു. 1 3 ഓക്കെ, 1 3 എന്ന് പറയുന്ന എലമെൻറ്റ് എ ക്രോസ് ബിയിൽ നിന്ന് എടുത്തു. ഓക്കെ, ഈ എലമെൻറ്റ് നിങ്ങളുടെ റിലേഷനിലുണ്ടോ നോക്കുക. റിലേഷൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്താണ്? ഇതാണല്ലോ 6 1 3 1 4 2 3. 6 ഉണ്ട്. അതാണ് ഈ ഇവിടെ പറയുന്നത്. നിങ്ങൾ എ ക്രോസ് ബിയിൽ നിന്നും ഒരു എലമെൻറ്റ് എ ബി എടുത്തു, അത് 6 നിങ്ങളുടെ റിലേഷനിലുണ്ടെങ്കിൽ നമുക്ക് പറയാം എ ഈസ് റിലേറ്റഡ് ടു ബി. ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ അടുത്തത് എ ക്രോസ് ബിയിൽ നിന്ന് ഞാൻ ഈ എലമെൻറ്റ് എടുക്കുന്നു, 2 4 എന്ന് പറയുന്ന എലമെൻറ്റ് എടുക്കുന്നു. 2 4 അത് നിങ്ങളുടെ റിലേഷനിലുണ്ടോ എന്ന് നോക്കുക. നമ്മളുടെ റിലേഷൻ ഇതാണെന്ന് ഇവിടെ എഴുതി വെച്ചു. 1 3 1 4 2 3 ആണല്ലോ. ഇപ്പോൾ നമ്മൾ എ ക്രോസ് ബിയിൽ നിന്ന് എടുത്ത എലമെൻറ്റ് 2 4 അല്ലേ. ആ 2 4 6-നകത്തുണ്ടോ? ഇല്ല. ഓക്കെ, 6-നകത്ത് ഇല്ല എന്ന് പറഞ്ഞതിനർത്ഥം 2 4-ഉമായിട്ട് റിലേറ്റ് ചെയ്യുന്നില്ല. 2 ഈസ് നോട്ട് റിലേറ്റഡ് ടു 4 എന്നാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എ ബി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നിങ്ങൾ എ ക്രോസ് ബിയിൽ നിന്ന് എടുത്തു, അത് 6-ലില്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ഈസ് നോട്ട് റിലേറ്റഡ് ടു ബി. അതിന് ഇങ്ങനെ നമുക്ക് റിട്ടേൺ ചെയ്യാവുന്നതാണ്, എഴുതാവുന്നതാണ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തൊരു കാര്യം, ഇഫ് ആർ ഈസ് എ റിലേഷൻ ഫ്രം എ സെറ്റ് എ ടു ഇറ്റ് സെൽഫ്, ദറ്റ് ഈസ് ഇഫ് ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ, ദെൻ വി സേ ദാറ്റ് ആർ ഈസ് എ റിലേഷൻ ഓൺ എ. രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ആറെന്ന് പറയുന്നത് എയിൽ നിന്ന് എയിലോട്ടുള്ള റിലേഷനാണെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ആദ്യം മനസ്സിലാക്കുക, എയിൽ നിന്നും ബിയിലോട്ടുള്ള ഒരു റിലേഷനാണ് ആറെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ആർ ഈസ് എ റിലേഷൻ ഫ്രം എ ടു ബി എന്നാണ് പറയുന്നത്. ശരിയല്ലേ? ഇനി എയിൽ നിന്ന് അതേ സെറ്റായ എയിലോട്ട് തന്നെയാണെന്ന് വിചാരിക്കാം. ആർ ഈസ് എ റിലേഷൻ ഫ്രം എ ടു എ. അങ്ങനെയെങ്കിൽ എപ്പോഴും എ ടു ബി എന്ന് പറയുന്ന പോലെ രണ്ടും സെയിം സെറ്റാണ് എന്നുണ്ടെങ്കിൽ ആർ ഈസ് എ റിലേഷൻ ഫ്രം എ ടു എ എന്ന് പറയാറില്ല. എങ്ങനെയാണ് അത് പറയുന്നത്? ദെൻ വി സേ ദാറ്റ് ആർ ഈസ് എ റിലേഷൻ ഓൺ എ എന്ന് മാത്രമേ പറയത്തുള്ളൂ. അന്നേരം ആർ ഈസ് എ റിലേഷൻ ഓൺ ഒരൊറ്റ സെറ്റ് മാത്രമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ആ റിലേഷൻ ആ സെറ്റിൽ നിന്ന് അതിലോട്ട് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. എപ്പോഴും റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലോട്ടാണ്. ഓക്കെ, അത് ആ രണ്ട് സെറ്റും വേണമെങ്കിൽ ഡിഫറൻ്റ് ആകാം അല്ലെങ്കിൽ സെയിം ആകാം. ഓക്കെ, അന്നേരം ആർ ഈസ് എ റിലേഷൻ ഫ്രം എ ടു ബി എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ഇല്ല. ആർ ഈസ് എ റിലേഷൻ ഓൺ എ എന്ന് മാത്രം ഒരൊറ്റ സെറ്റ് മാത്രമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ അന്നേരം മനസ്സിലാക്കിക്കോണം, അവിടെ മീൻ ചെയ്യുന്നത് ഒറ്റ സെറ്റേ തന്നിട്ടുള്ളൂ. ദാറ്റ് മീൻസ് എയിൽ നിന്ന് എയിലോട്ട് തന്നെയാണ് അവിടുത്തെ റിലേഷൻ അല്ലെങ്കിൽ മാപ്പിംഗ് എന്നുള്ളത് മനസ്സിലാക്കിക്കോണം. ക്ലിയർ ആണല്ലോ? അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത് ഇഫ് അല്ലെങ്കിൽ ഈ സെൻറ്റൻസ് തന്നെ വീണ്ടും ഒന്ന്, ദാറ്റ് ഈസ് ഇഫ് ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ. അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ. എ ക്രോസ് എയുടെ സബ്സെറ്റാണ് 6. ഓക്കെ, എ ക്രോസ് ബിയുടെ സബ്സെറ്റാണ് ആറെങ്കിൽ, ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ആണെങ്കിൽ നമ്മൾ ഓൾറെഡി ആദ്യമേ ഡെഫിനിഷൻ തുടങ്ങി അങ്ങനെയാണ്. എ ക്രോസ് ബിയുടെ സബ്സെറ്റ്, ഏത് സബ്സെറ്റ് എടുത്തെങ്കിൽ ആ സബ്സെറ്റിൽ എന്താണ്? റിലേഷനാണ്. എവിടെ നിന്ന് എങ്ങോട്ട്? എയിൽ നിന്ന് ബിയിലോട്ടുള്ള റിലേഷനാണ്. അന്നേരം എ ക്രോസ് എയുടെ സബ്സെറ്റാണ് 6 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 6 എ ക്രോസ് എയുടെ സബ്സെറ്റാണെന്ന് പറഞ്ഞാൽ 6 എന്ന് പറയുന്നത് സബ്സെറ്റ് എല്ലാം എന്താണ്? റിലേഷനാണ്. 6 റിലേഷനാണ് ഫ്രം എവിടെ നിന്ന് അങ്ങോട്ട്? എയിൽ നിന്ന് എയിലോട്ടുള്ള ഒരു റിലേഷനാണ് 6. അന്നേരം എയിൽ നിന്ന് എയിലോട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 6 എ ക്രോസ് എയുടെ സബ്സെറ്റ് ആണെങ്കിൽ നമുക്ക് പറയാം ദെൻ വി സേ ദാറ്റ് ആർ ഈസ് എ റിലേഷൻ ഓൺ എ. അന്നേരം ഈ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. 6 എയിൽ നിന്ന് എയിലോട്ടുള്ളൊരു റിലേഷനാണ് എന്ന് പറയുന്നതിന് പകരം ആർ ഈസ് എ റിലേഷൻ ഓൺ എ എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ, 6 എ ക്രോസ് എയുടെ സബ്സെറ്റാണ് എന്ന് പറയുന്നതിന് പകരവും നമുക്ക് എന്തെന്ന് പറയാം? അങ്ങനെ അതിൻ്റെ മീനിങ് എന്താണ്? ആർ ഈസ് എ റിലേഷൻ ഓൺ എ എന്നാണ്. അത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി എന്താണ് ഡൊമൈൻ? എന്താണ് ഒരു റിലേഷൻ്റെ ഡൊമൈനും റേഞ്ചും എന്താണെന്നുള്ളത് പറയാൻ പോകുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ ഒരു റിലേഷനുണ്ട്, ആർ ഇസ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞ ആ എക്സാമ്പിൾ പ്രകാരം തന്നെ 1 3 1 4 2 3. ഇതാണ് നമ്മുടെ കയ്യിലുള്ള റിലേഷൻ എന്ന് വിചാരിക്കും. അങ്ങനെയിൽ ദ ഡൊമൈൻ ഓഫ് എ റിലേഷൻ ആർ ഈസ് എ സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെൻറ്റ്സ് ഓഫ് ദി ഓർഡേർഡ് പെയർ. ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെൻറ്റ് ഇവിടെ തന്നെ 1. ഇതും 1 ആണ്, റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് 2 ആണ്. സോ 1 ഉം 2 മാത്രമേ ഉള്ളൂ. അതായത് ആ ഫസ്റ്റ് എലമെൻറ്റ്സ്, ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെൻറ്റ് എന്താണോ അതാണ് ആ റിലേഷൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ദ റേഞ്ച് ഈസ് ദ സെറ്റ് ഓഫ് സെക്കൻഡ് എലമെൻറ്റ്സ്.
ഇതിനകത്ത് സെക്കൻഡ് എലമെൻറ്റ്സ് വരുന്ന സാധനം ഉണ്ടല്ലോ, അതാണ് ആ റിലേഷൻ എന്ന് പറയുന്നത് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ലെറ്റ് എ ബി എനി സെറ്റ് ദെൻ എ ക്രോസ് എ ആൻഡ് ഫൈ ആർ സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് എ. ഓൾറെഡി ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. ഇപ്പോൾ എ ബി രണ്ട് സെറ്റുകളാണ്, അതിൽ എ ക്രോസ് ബി നമ്മൾ ഡിഫൈൻ ചെയ്തു. അതുകൊണ്ട് ഈ എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. ഓക്കെ, എ ബി എന്ന് പറയുന്ന രണ്ട് സെറ്റുകളുണ്ട്, അവിടെ എ ക്രോസ് ബി ഡിഫൈൻ ചെയ്തു. എ ക്രോസ് ബിയുടെ കുറേ സബ്സെറ്റുകൾ നമ്മൾ എഴുതി. അങ്ങനെയെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു എ ക്രോസ് ബിയുടെ സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും രണ്ട് സബ്സെറ്റ്സ് അതിന് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. എന്താണ്, ഒന്ന് എ ക്രോസ് ബി തന്നെ അതിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും, ഈ സാധനം. അതുകൂടാതെ എം ടി എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് ആയിരിക്കും. ഈ സബ്സെറ്റുകൾക്കൊരു പേര് പറയും, അതാണ് പറയുന്നത്. അന്നേരം ഒരു സെറ്റ് അല്ലെങ്കിൽ ഒരു എ ക്രോസ് ബി എന്ന് പറയുന്നൊരു സെറ്റ് നിങ്ങളതിലുണ്ട്. ഈ എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളെല്ലാം റിലേഷനാണല്ലോ, അതായത് ഈ എല്ലാ കംപ്ലീറ്റ് സാധനവും റിലേഷൻസാണ്. ഓക്കെ, അന്നേരം എ ക്രോസ് ബിയുടെ സബ്സെറ്റായ എ ക്രോസ് ബിയും ഒരു റിലേഷനാണ്, ഫൈയും ഒരു റിലേഷനാണ്. ഈ റിലേഷൻസിന് ഒരു പേര് പറയും, അതാണ് പറയാൻ പോകുന്നത്. അന്നേരം എ ക്രോസ് ബിയുടെ സബ്സെറ്റ് തന്നെയാണ് എ ക്രോസ് ബി എന്ന് പറയുന്നത്. ആ എ ക്രോസ് ബി ഒരു റിലേഷനാണ്. ആ റിലേഷനെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ റിലേഷൻ. ഓക്കെ, അന്നേരം ഒരു എ ക്രോസ് ബി നിങ്ങളതിലുണ്ട്. ഓക്കെ, ആ എ ക്രോസ് ബിയുടെ സബ്സെറ്റ് എല്ലായ്പ്പോഴും എ ക്രോസ് ബി ഒരു സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, എ ക്രോസ് ബി എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ആ സബ്സെറ്റ് ഒരു റിലേഷനാണ്. ആ റിലേഷനാണ് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് വിളിക്കുന്നത്. അതുകൂടാതെ എം ടി സെറ്റ് എന്ന് പറയുന്നതും എ ക്രോസ് ബിയുടെ ഒരു റിലേഷനാണ്. അതിനെയാണ് എം ടി റിലേഷൻ എന്ന് വിളിക്കുന്നത്. അത് ഒന്ന് ഓർത്തിരിക്കുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എ എന്ന് പറയുന്നത് ഒരു സെറ്റാണ്. ഇവിടെ ഒരൊറ്റ സെറ്റേ പറഞ്ഞിട്ടുള്ളൂ. ദാറ്റ് മീൻസ് അവിടെ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് എ ക്രോസ് എയിലോട്ടാണ്. അതാണ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത്. ഒരു സെറ്റേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിലോട്ട് തന്നെയാണ് മാപ്പിംഗ്. ഓക്കെ, അന്നേരം എ ഒരു സെറ്റാണ്. അങ്ങനെ എ ക്രോസ് എ എന്ന് പറയുന്ന ഒരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനെ ഡിഫൈൻ ചെയ്തു. ഈ എ ക്രോസ് എയുടെ സബ്സെറ്റുകളെല്ലാം എന്തായിരിക്കും? എ ക്രോസ് എയുടെ സബ്സെറ്റുകളെല്ലാം എന്തായിരിക്കും? റിലേഷൻസ് ആയിരിക്കും. ബൈ ഡെഫിനിഷൻ എ ക്രോസ് എയുടെ സബ്സെറ്റുകളെല്ലാം റിലേഷൻ ആയിരിക്കും. ഇനി എ ക്രോസ് എയ്ക്ക് രണ്ട് സബ്സെറ്റ് നമ്മൾ ഒറ്റയടിക്ക് പറയാം. ഏതൊക്കെയാണ്? എ ക്രോസ് എ തന്നെ അതിൻ്റെ ഒരു സബ്സെറ്റാണ്. അതുകൂടാതെ എം ഡി എന്ന് പറയുന്ന ഒരു സബ്സെറ്റാണ്. ഓക്കെ, സബ്സെറ്റുകളെല്ലാം റിലേഷൻസാണ്. അതിൽ എ ക്രോസ് എ എന്ന് പറയുന്ന റിലേഷനാണ്, എം ഡിയും റിലേഷനാണ്. അന്നേരം ഈ എ ക്രോസ് എ എന്ന് പറയുന്ന റിലേഷനെയാണ് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. അന്നേരം എ ക്രോസ് എയുടെ സബ്സെറ്റായ എ ക്രോസ് എ എന്ന് പറയുന്ന റിലേഷനെയാണ് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് വിളിക്കുന്നത്. എം ഡിയെ എം ഡി റിലേഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, ഇനി രണ്ട് എക്സാമ്പിളൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. അതായത് റിലേഷൻ എക്സാമ്പിളാണ്. ഡിഫൈൻ എ റിലേഷൻ ആർ എന്ന് പറയുന്ന റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നു ഓൺ ദി സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. എന്നിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. അന്നേരം ഇവിടെ ഒരൊറ്റ സെറ്റ് നാച്ചുറൽ നമ്പർ മാത്രമാണ് തന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് അവിടെ ഡിഫൈൻ ചെയ്ത് എൻ ക്രോസ് എൻ. എൻ ക്രോസ് എന്നിൻ്റെ സബ്സെറ്റാണ് ഇവിടുത്തെ റിലേഷൻ എന്നർത്ഥം. ഒറ്റ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ട് സെറ്റ് എന്നുണ്ടെങ്കിൽ അവയുടെ ക്രോസ് പ്രോഡക്റ്റ്. അന്നേരം എൻ ക്രോസ് എന്നിൻ്റെ സബ്സെറ്റാണ് ഇവിടുത്തെ റിലേഷൻ. ഓക്കെ, ആ റിലേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ആർ ഇസ് ഈക്വൽ ടു ഓർഡേർഡ് ബൈ എക്സ് വൈ ആണ് ആ റിലേഷനിലെ എലമെൻറ്റിൻ്റെ കളക്ഷൻ. അതിൽ വൈയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എക്സ് പ്ലസ് 5 ആണ്. ഇതാണ് വൈയുടെ പ്രത്യേകത. അതിൽ എക്സ് നാച്ചുറൽ നമ്പറാണ്, വൈ നാച്ചുറൽ നമ്പറാണ്. കാര്യം അത് വളരെ ക്ലിയറാണ്. കാര്യം എൻ ക്രോസ് എൻ ആണല്ലോ. എൻ ക്രോസ് എൻ ആകുമ്പം ഇതിനകത്തുള്ള ഓർഡേർഡ് പെയറാണല്ലോ എക്സ് വൈ എന്ന് പറയുന്നത്. അത് എക്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് സെറ്റ് എലമെൻറ്റ് നാച്ചുറൽ നമ്പർ, വൈ എന്ന് വെച്ചാൽ സെക്കൻഡ് സെറ്റ് എലമെൻറ്റ് അത് നാച്ചുറൽ നമ്പർ. ആൻഡ് എക്സ് ലെസ് ദാൻ 4 ആണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ. നമുക്ക് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന റിലേഷനാണ്. ഇത് ഒരു റിലേഷനാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ റിലേഷൻ എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് ക്ലിയർ ആക്കി ഒന്ന് എഴുതി കാണിച്ചു തരുവാണ്. എങ്ങനെയാണ് ആ റിലേഷനിലെ എലമെൻസിനെ നമ്മൾ കണ്ടെത്തുന്നുള്ളത് നോക്കണം. അതായത് ഓർഡേർഡ് പേർ എക്സ് വൈ ആണ്. അതിൽ വൈ നമുക്ക് തന്നിട്ടുണ്ട് എക്സ് പ്ലസ് 5 ആണ്. എക്സും വൈ നാച്ചുറൽ നമ്പറാണ്. എക്സിൻ്റെ പ്രത്യേകത എന്താണ്? 4നേക്കാൾ ചെറുതാണ്. ഓക്കെ, അതായത് എക്സ് നാച്ചുറൽ നമ്പർ എന്ന് തന്നിട്ടുണ്ട്. നാച്ചുറൽ നമ്പർ എന്ന് വെച്ചാൽ എവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1 2 3 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നേരം ആ എക്സ് 4നേക്കാൾ ചെറുതാണെന്നും പറഞ്ഞിട്ടുണ്ട്. അന്നേരം എക്സിൻ്റെ റേഞ്ച് കിട്ടി. എന്താണ്? എവിടെ നിന്നിട്ട് വരെ 4നേക്കാൾ ചെറുതെന്ന് വെച്ചാൽ 1 2 3 ഈ 3 നമ്പറാണ് എക്സിന് വരിക. ഓക്കെ, അന്നേരം നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് അതിനെ ഒന്ന് ആ എലമെൻറ്റ്സ് ഒന്ന് കണ്ടെത്താൻ പോവുകയാണ്. ഓർഡേർഡ് പേർ എക്സ് എന്ന് എഴുതി. അതിൽ വൈ എന്ന് വെച്ചാൽ എന്താണെന്ന് തന്നിട്ടുണ്ട്. വൈ എന്ന് വെച്ചാൽ എക്സ് പ്ലസ് 5 ആണ്. അന്നേരം വൈക്ക് വരെ എക്സ് പ്ലസ് 5 എന്ന് കൊടുക്കാൽ സച്ച് ദാറ്റ്. ഓക്കെ, ഇനി നമുക്ക് എക്സ് മാത്രം കണ്ടെത്തിയാൽ മതി. എക്സ് വൈയുടെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു എക്സ് പ്ലസ് 5, അത് നമ്മൾ കൊടുത്തു.
ഓക്കെ. ഇനി ഇതിനകത്ത് അൺനോൺ ആയിട്ട് എക്സിൻ്റെ വാല്യൂ മാത്രമാണ് നമുക്കുള്ളത്. ആ എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? എക്സ് നാച്ചുറൽ നമ്പറാണ്. അതുകൂടാതെ എക്സ് <4 എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് 1, 2, 3 ആണ്. ഇനി ഈ എക്സിൻ്റെ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ആ ഓർഡേർഡ് പേർ കിട്ടും. ആദ്യം എക്സിന് 1 കൊടുക്കുന്നു. എക്സിന് 1 കൊടുക്കുമ്പോൾ ഇത് 1, അടുത്ത 1 + 5 6 എന്ന് വരും. ഒരു ഓർഡേർഡ് പേർ കിട്ടി. അടുത്ത എക്സിൻ്റെ വാല്യൂ എന്താണ്? 2 ആണ്. 2 കൊടുക്കുമ്പം എക്സ് 2, അടുത്ത 2 + 5 എന്താ വരും? 7 എന്ന് വരും. അടുത്ത എക്സിൻ്റെ വാല്യൂ 3 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3, 3 + 5 8 എന്ന് വരും. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ. ഓക്കെ. അന്നേരം റിലേഷൻ ഇതാ ഇങ്ങനെ എഴുതാം. R = 1, 6, 2, 7, 3, 8. അന്നേരം എക്സാമിനേഷൻ ആണെങ്കിൽ ഇങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് ഡിഫൈൻ എ റിലേഷൻ R ഓൺ ദി സെറ്റ് ഇങ്ങനെ തന്നിരിക്കും. ഓക്കെ. അന്നേരം ഇങ്ങനെ തന്നിട്ട് ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും എന്താണെന്ന് ചോദിക്കും. അന്നേരം ഡൊമൈനും റേഞ്ചും അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിലേഷൻ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റില്ല. ഇതിനകത്തുള്ള ഓർഡേർഡ് പേഴ്സ് ഏതാണെന്ന് നമ്മൾ കണ്ടെത്തണം. ആ ഓർഡേർഡ് പേഴ്സ് എഴുതുന്ന രീതിയാണ്, അതിനെ ഓർഡേർഡ് പേരിലോട്ട് മാറ്റുന്ന രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? അന്നേരം ഓർഡേർഡ് പേർ ഇങ്ങനെ കിട്ടും. അതിൽ നിന്ന് ഡൊമൈൻ എഴുതാൻ അറിയാലോ. ഡൊമൈൻ ഓഫ് R = എന്താണ് ഡൊമൈൻ? ആ ഓർഡേർഡ് പേരിലെ ആദ്യത്തെ എലമെൻറ്റ് ഏതാ? 1, 2, 3. അന്നേരം ഡൊമൈൻ കിട്ടി. റേഞ്ച് എന്ന് വെച്ചാൽ എന്താണ്? ആ ഓർഡേർഡ് പേരിലെ സെക്കൻഡ് എലമെൻറ്റ് 6, 7, 8. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞു നിർത്താം. ലെറ്റ് A = 2, 3, B = 4, 6. ഇവിടെ R എന്ന് പറയുന്ന ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. റിലേഷൻ എയിൽ നിന്ന് ബിയിലോട്ട് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? R = AB such that A belongs to A, B belongs to B and A divides B. ഇതാണ് കണ്ടീഷൻ. അതായത് ഇവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത് R ആണ്. അതിൽ എലമെൻസിൻ്റെ കളക്ഷൻ ഓർഡേർഡ് പേർ AB ആണ്. അതിൽ A എന്ന് വെച്ചാൽ ഫസ്റ്റ് സെറ്റ് എലമെൻറ്റ്, B എന്ന് വെച്ചാൽ സെക്കൻഡ് സെറ്റ് എലമെൻ്റ് ആണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ആ ഓർഡേർഡ് പേർ AB-യുടെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതറിഞ്ഞാലേ എലമെൻറ്റ്സ് കണ്ടെത്താൻ പറ്റും. A divides B ആണ്. ഓക്കെ. A divides B, അതായത് ഫസ്റ്റ് എലമെൻ്റാണ് A, അത് രണ്ടാമത്തെ എലമെൻറ്റിനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ. അങ്ങനെയുള്ള എലമെൻറ്റുകളുടെ കളക്ഷനാണ് ഈ റിലേഷനിലുള്ളത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് എലമെൻറ്റ് ഡിവൈഡ് സെക്കൻഡ് എലമെൻറ്റ്. ആദ്യത്തെ എലമെൻറ്റ് രണ്ടാമത്തെ എലമെൻറ്റിനെ ഡിവൈഡ് ചെയ്യും. ആദ്യത്തെ എലമെൻറ്റ് രണ്ടാമത്തെ എലമെൻറ്റിനെ ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന എലമെൻറ്റുകൾ ഏതൊക്കെ ഉണ്ടോ ആ എലമെൻറ്റുകളുടെ പേഴ്സ് ആ കളക്ഷനാണ് ഈ ആറിനകത്ത് വരുന്നത്. അന്നേരം ആദ്യം നമുക്ക് വേണ്ടത് A × B ആണ്. A × B കിട്ടിയാലേ എഴുതാൻ പറ്റത്തുള്ളൂ. അതിൽ നിന്ന് റിലേഷൻ എഴുതാൻ പറ്റും. അന്നേരം A × B എഴുതാൻ അറിയാമല്ല. അതായത് 2ൽ നിന്ന് 2, 4, 2, 6. അതുപോലെ 3 എടുത്താൽ 3, 4, 3, 6. ഇങ്ങനെ ഇത്രയും പേഴ്സ് കിട്ടും. ഓക്കെ. അന്നേരം ഇതിൽ നിന്നും എന്തായാലും ഈ A × Bയുടെ സബ്സെറ്റല്ലേ റിലേഷൻ ആകത്തുള്ളൂ. അന്നേരം A × Bക്ക് അകത്തുള്ള എലമെൻറ്റ്സ് മാത്രമേ ആറിനകത്ത് വരികയുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം A × B കണ്ടുപിടിക്കുന്നത്. ഓക്കെ. കാര്യം A × Bയുടെ സബ്സെറ്റല്ലേ റിലേഷൻ. A × Bയുടെ സബ്സെറ്റ് അല്ലാത്ത വേറൊരു സാധനവും റിലേഷനകത്ത് വരില്ല. ഓക്കെ. അതുകൊണ്ടാണ് ആദ്യം A × B കണ്ടുപിടിക്കുന്നത്. ഇനി റിലേഷൻ എഴുതാൻ പോയാൽ റിലേഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓർഡേർഡ് പേർ AB ആണ്. അതിൽ A ഫസ്റ്റ് എലമെൻറ്റ്, B സെക്കൻഡിൽ, അതൊക്കെ നമുക്കറിയാം. ഇതാണ് നമ്മുടെ പ്രധാന കണ്ടീഷൻ. A divides B. ഫസ്റ്റ് എലമെൻറ്റ് രണ്ടാമത്തെ എലമെൻറ്റിനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ. ഈ A × Bയിൽ ഈ A divides B എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏതൊക്കെ പേഴ്സിനാണ് ആ പേഴ്സ് എല്ലാം ഈ ആറിനകത്തുണ്ടായിരിക്കും. ഓക്കെ. ആദ്യത്തെ പേർ എടുക്കുന്നത് 2, 4. ഓക്കെ. കണ്ടീഷൻ എന്താണ്? ആദ്യത്തെ നമ്പർ രണ്ടാമത്തെ നമ്പറിനെ ഡിവൈഡ് ചെയ്യണം. 2 divides 4. അതായത് 2 4നെ ഡിവൈഡ് ചെയ്യുമോ? ചെയ്യും. ശരിയല്ലേ? 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 2, 4 എന്ന പേര് ആറിനകത്തുണ്ടായിരിക്കും. അടുത്ത 2, 6. 2 divides 6. ദാറ്റ് മീൻസ് 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 6/2 3 ആണ്. അന്നേരം അതും ആറിനകത്തുണ്ടായിരിക്കും. ഇനി അടുത്ത എലമെൻ്റ് ഏതാണ്? 3, 4. 3, 4 എന്ന് വെച്ചാൽ 3 divides 4 എന്നാണ്. 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഈ ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാം? റിമൈൻഡർ 0 ആവുക എന്നുള്ളതാണ് മീനിങ്. പരിപൂർണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുക, അതാണ് ഡിവൈഡ്സ് എന്നുള്ള മീനിങ്. റിമൈൻഡർ 0 ആയിരിക്കണം. ഓക്കെ. 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ. 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്തോ വരുന്നത്? 1 വരും. ശരിയല്ലേ? റിമൈൻഡർ 1 വരും. റിമൈൻഡർ 0 ആകുന്നതാണ്, അതായത് പരിപൂർണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഡിവൈഡ്സിൻ്റെ മീനിങ്. അന്നേരം 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ 3, 4 എന്ന് പറയുന്ന പേർ എവിടെ വരില്ല? ഈ റിലേഷനകത്ത് വരില്ല. ഇനി അടുത്ത 3, 6. 3, 6 എന്ന് വെച്ചാൽ 3 divides 6 എന്നാണ്. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 6/3 എന്താണ്? 2 ആണ്. ശരിയല്ല? ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അന്നേരം അതും റിലേഷനകത്ത് വരും. അന്നേരം ഇതാണ് റിലേഷൻ. ആളെന്ന് പറയുന്ന റിലേഷൻ കിട്ടിയേ.
ഓക്കെ, റിലേഷൻ കണ്ടെത്തുന്നത് മനസ്സിലായല്ലോ. ഇനി അതിൽ നിന്ന് ഡൊമൈൻ റേഞ്ച് എഴുതാമല്ലോ. ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരിക്കും. ഇങ്ങനെ തരും, ഇത്രയും തരും. എന്നിട്ട് ഇതിൽ നിന്ന് ഡൊമൈൻ റേഞ്ച് കണ്ടുപിടിക്കണം. ഡൊമൈൻ റേഞ്ച് കണ്ടുപിടിക്കണമെങ്കിൽ R അറിയണം. R കണ്ടുപിടിക്കുന്ന രീതിയാണ് ഇപ്പോൾ പറഞ്ഞു തന്നത്. ഡൊമൈൻ എഴുതാൻ അറിയാമല്ലോ. ഫസ്റ്റ് എലമെൻറ്റ് 2 2 3. 2 റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്, ഒരു തവണ എഴുതിയാൽ മതി 2 3. ഇനി Rൻ്റെ റേഞ്ച് രണ്ടാമത്തെ എലമെൻറ്റ് 4 6 6. അന്നേരം 4ഉം 6ഉം മാത്രം. ഇതാണ് ഡൊമൈനും റേഞ്ചും. അന്നേരം കാര്യം നന്നായിട്ട് മനസ്സിലാക്കുക. ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് അടുത്ത ക്ലാസ്സിലും വരുന്ന. റിലേഷൻ കുറച്ചുകൂടെ ഡിസ്കസ് ചെയ്യാണ്ട്, കുറച്ചുകൂടെ എക്സാമ്പിൾ പറയാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ഇത്രയും നിൽക്കട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.